ഹായ് എവ്രിവൺ. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിൻ്റെ ചാപ്റ്റർ നമ്പർ 5, അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ്, അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്? മെഷർമെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം, എന്താണ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു. റിസർച്ചിൽ മെഷർമെൻറ്റ് എന്താണ് മീൻ ചെയ്യണത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മെഷർമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ദെൻ ഫോർ ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്, ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. 4 രീതിയിലാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ നോമിനൽ ലെവൽ ഓഫ് മെഷർമെൻ്റ് ആണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓർഡിനൽ ലെവൽ ഓഫ് മെഷർമെൻ്റ് ആണ്. അതുപോലെ തന്നെ തേർഡ് വൺ ഇൻ്റർവൽ ലെവൽ ഓഫ് മെഷർമെൻറ്റും ഫോർത്ത് വൺ റേഷ്യോ ലെവൽ ഓഫ് മെഷർമെൻറ്റും. ഇങ്ങനെ ഈ 4 ലെവൽ ഓഫ് മെഷർമെൻറ്റ്സ് നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ടോപ്പിക് വാരിയബിൾസ് ആണ്. ഇപ്പം നമ്മുടെ ഈ ഒരു റിസർച്ച് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ എടുത്ത് ഇത്രയും പീരീഡായി. സോ ഇതിൻ്റെ ഇടയിലൊക്കെ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടേമാണ് വാരിയബിൾസ്. ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾസ്, അല്ലെങ്കിൽ വാരിയബിൾസിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ ടെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വാരിയബിൾ എന്നുള്ളത് റിപ്പീറ്റഡ് ആയി വന്നിട്ടുള്ളതാണ്. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് വാരിയബിൾസ്. വാരിയബിൾ എന്ന് പറയുന്ന ഒരു ടേം എന്താ മീൻ ചെയ്യണത്? ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ റിസർച്ച് പ്രൊജക്റ്റുകളിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്, ഒരു വാക്കാണ്. അപ്പോൾ അത് എന്താ മീൻ ചെയ്യണത് എന്നാണ് നമ്മളിനി പറയാൻ പോണത്. ആക്ച്വലി ഈ വേർഡ് വാരിയബിൾ എന്ന് പറയുന്ന ഒരു വേർഡിന്റെ ഡിക്ഷണറി മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ചിങ് അല്ലെങ്കിൽ ചേഞ്ചബിൾ, മാറ്റം വരുന്നത് അല്ലെങ്കിൽ മാറ്റം വരുത്താൻ പറ്റുന്നത്, അതിനെയാണ് നമ്മൾ വാരിയബിൾ എന്ന് പറയാം. മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്, ചേഞ്ചിങ് ആണ്. ഇനി നമ്മുടെ റിസർച്ചിനെ സംബന്ധിച്ച് ഇപ്പോൾ വാരിയബിൾ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടല്ലോ, റിസർച്ചിൽ എപ്പോഴും ഫ്രീക്വൻ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നു പറഞ്ഞു. സോ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ ക്വാളിറ്റിയോ വാരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാരിയബിൾ എന്ന് പറയുന്നത്. ഈവൻ ഒബ്ജക്റ്റ് എന്നുള്ളതല്ല, ദ എനിത്തിങ് ദാറ്റ് ഹാസ് എ ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി ദാറ്റ് വാരീസ്. വാരിയബിൾ എന്ന് പറയുന്നത് എന്തൊരു കാര്യമാവാം. Variable is defined as anything that has a quantity or quality that varies. വാരി ചെയ്യുന്ന അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ഏതൊരു വസ്തുവിനെ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും നമ്മൾ എന്താ പറയാ? ഏത് ടേമിലാണ് എക്സ്പ്രസ് ചെയ്യണത്? വാരിയബിൾ എന്നാണ്. ദെൻ ഒരു റിസർച്ചിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു റിസർച്ചറെ സംബന്ധിച്ച് എപ്പോഴും ഫോക്കസ് ചെയ്യപ്പെടുന്നത് ഡിപ്പെൻഡന്റ് വാരിയബിൾസിനെയാണ്. നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ എപ്പോഴും ഡിപ്പെൻഡന്റ് വാരിയബിളിൽ വരുന്ന മാറ്റത്തിനെയാണ് എപ്പോഴും ഒരു റിസർച്ചർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഫോക്കസ് ചെയ്യണത്. അപ്പോൾ ഒന്നുകൂടി പറയാണ്, നമ്മൾ ആദ്യത്തെ ക്ലാസ് മുതലേ ഫ്രീക്വൻ്റ്ലി കേൾക്കുന്ന ഒരു വേർഡാണ് വാരിയബിൾസ് എന്നുള്ളത്. വാരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പൊതുവെ നമുക്കറിയാം ചേഞ്ച് ചെയ്യപ്പെടുന്നതിനെയാണ് എന്ത് പറയണത്? വാരിയബിൾ എന്ന് പറയണത്. ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ഓർ ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റി ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും വാരി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഏതൊരു വസ്തു ആണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ വാരിയബിൾ എന്ന് പറയുന്ന ഒരു ടേമിലാണ് പറയണത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യണത്. ഇനി there are 4 categories of variable. വാരിയബിൾസിനെ നമുക്ക് 4 ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാറ്റഗറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ റിസർച്ചിന്റെ ആദ്യത്തെ ചാപ്റ്ററുകളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളത് തന്നെയാണ്. ഡിപ്പെൻഡന്റ് വാരിയബിൾ എന്താ, ഇൻഡിപെൻഡന്റ് വാരിയബിൾ എന്താ, മോഡറേറ്റിംഗ് വാരിയബിൾ എന്താ, ഇന്റർവെയിനിങ് വാരിയബിൾ എന്താന്നൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ എക്സ്പെരിമെന്റൽ റിസർച്ച് ഒക്കെ വന്നപ്പോൾ ആ ഒരു ഏരിയയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി. സോ അത് എന്താന്നുള്ളത് ഒന്നുകൂടി നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കുകയാണ്. സോ 4 കാറ്റഗറീസ് ഓഫ് വാരിയബിൾ. വാരിയബിൾസിനെ 4 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഡിപ്പെൻഡന്റ് വാരിയബിൾ, ഇൻഡിപെൻഡന്റ് വാരിയബിൾ, മോഡറേറ്റിംഗ് വാരിയബിൾ ആൻഡ് ഇന്റർവെയിനിങ് വാരിയബിൾ. ഇതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോണത് ഏതാ? നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വാരിയബിൾ. യെസ്, the variable that depends on other factors that are measured. These variables are expected to change as a result of an experimental manipulation of the independent variable or variables. It is the presumed effect. അതായത് ഡിപ്പെൻഡന്റ് വാരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വേറൊരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ വേറൊരു ഫാക്ടറിൽ മാറ്റം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് ഒരു എക്സ്പെരിമെന്റൽ മാനിപ്പുലേഷൻ
നമ്മളൊരു ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിൽ വരുത്തുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു എഫക്റ്റ് ഇതിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഡിപ്പെൻഡന്റ് വേരിയബിൾസ് ആർ ദോസ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ അതർ വേരിയബിൾ. മറ്റു വേരിയബിൾസിന്റെ മീതെ മറ്റു ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി ആ ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ എന്തിനെയാണോ ആശ്രയിച്ചിരിക്കുന്നത് ആ ഫാക്ടറിൽ നമ്മൾ ചേഞ്ച് വരുത്തുമ്പോൾ അത് നമ്മുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ആ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ചേഞ്ച്, ഒരു റിസൾട്ട് ഏതിലുണ്ടാവുന്നുണ്ട്? ഡിപ്പെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാവുന്നുണ്ട്. സോ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ വരുത്തുന്ന മാനിപ്പുലേഷൻ ഡിപ്പെൻഡന്റ് വേരിയബിളിൽ എഫക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രിസ്യൂംഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഒരു എക്സാമ്പിൾ, ജസ്റ്റ് ഡിപ്പെൻഡന്റ് വേരിയബിളിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിൽസ് ഓഫ് ഐസ്ക്രീം ഇൻക്രീസസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ഭയങ്കര വാമായിട്ടുള്ള ഭയങ്കര ചൂടുകാലത്താണ് ഐസ്ക്രീമിന്റെ സെയിൽസ് കൂടുക. ഇവിടെ സെയിൽ ഓഫ് ഐസ്ക്രീം ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന രണ്ട് ഫാക്ടേഴ്സ്, രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഇതിൽ സെയിൽ ഓഫ് ഐസ്ക്രീം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഹോട്ട് ആണോ അല്ലെങ്കിൽ കൂൾ ആണോ വാം ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സോ സെയിൽ ഓഫ് ഐസ്ക്രീം എന്ന് പറയുന്നതാണ് ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ. അപ്പൊ ഒന്നുകൂടി പറയാണ്, മറ്റൊരു ഫാക്ടറിനെ മറ്റൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ദെൻ അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ മാനിപ്പുലേഷനിലൂടെ നമ്മൾ പ്രിസ്യൂം ചെയ്യുന്നത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ വേരിയബിൾ, ദ സെക്കൻഡ് വൺ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ. Independent variables are those which are stable and unaffected by the other variables you are trying to measure. അതായത് വേറൊരു വേരിയബിളിൽ ഉണ്ടാവുന്ന മാറ്റം അല്ലെങ്കിൽ വേറൊരു വേരിയബിളിൽ ഉണ്ടാവുന്ന നമ്മളുടെ ഒരു മാനിപ്പുലേഷൻ ഒരു തരത്തിലും എഫക്ട് ചെയ്യാത്ത, അൺഎഫക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റിൽ സ്റ്റേബിൾ ആയി പോയിക്കൊണ്ടിരിക്കുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയാം. It refers to the condition of an experiment that is systematically manipulated by the investigator. It is the presumed cause. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നതിന് ഒരു മാറ്റവും വരുന്നില്ല, അത് സ്റ്റേബിൾ ആണ്, അൺഎഫക്റ്റഡ് ബൈ അതർ വേരിയബിൾസ്, മറ്റു വേരിയബിൾ അതിനെ എഫക്ട് ചെയ്യുന്നില്ല. ദെൻ ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ എന്താ ചെയ്യുക? ആ ഇൻഡിപെൻഡന്റ് വേരിയബിളിലാണ് മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ് വരുത്തുക. എന്തിനു വേണ്ടിയിട്ട്? ഡിപ്പെൻഡന്റ് വേരിയബിളിൽ. നമ്മൾ ആദ്യം നോക്കിയ ഡിപ്പെൻഡന്റ് വേരിയബിളിൽ എന്ത് റിസൾട്ടാണ് ഉണ്ടാവുന്നത് എന്നറിയാം അല്ലെ? സോ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിൽ ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് നമ്മൾ പ്രിസ്യൂംഡ് കോസ് എന്ന് പറയുന്നത്. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിളിലെ മാറ്റങ്ങൾ പ്രിസ്യൂംഡ് കോസും ദെൻ അത് റിഫ്ലക്ട് ചെയ്യപ്പെടുന്ന ഡിപ്പെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ഒരു റിസൾട്ടിനെ പ്രിസ്യൂംഡ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഡിപെൻഡന്റ് വേരിയബിളിലാണ് നമ്മൾ മാനിപ്പുലേഷൻസ് നടത്തുക എക്സ്പെരിമെന്റ്സിന്റെ ഭാഗമായിട്ട്. ദെൻ അത് എന്തിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ? ഇൻഡിപെൻഡന്റ് വേരിയബിൾസിൽ ഉണ്ടാവുന്ന മാറ്റം ഡിപ്പെൻഡന്റ് വേരിയബിളിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു അതാ നോക്കണത്. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിളിലെ മാറ്റങ്ങൾ പ്രിസ്യൂംഡ് കോസും ദെൻ ഡിപ്പെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് ചെയ്യുന്ന ഒരു ചേഞ്ചസ് അത് പ്രിസ്യൂംഡ് എഫക്റ്റും ആണ്. ദെൻ ഏറ്റവും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന രണ്ട് എക്സാമ്പിൾ ആണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഏജ് ആൻഡ് ടൈം. നമുക്കറിയാം സമയം എന്ന് പറയുന്നത് ഒന്നിനും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതല്ല. ദെൻ അതുപോലെ തന്നെയാണ് ഏജും. സോ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് ഏറ്റവും കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന, ഏറ്റവും സിമ്പിൾ ആയി പറയാൻ പറ്റുന്ന രണ്ട് എക്സാമ്പിൾസ് ആണ് ഏജ് ആൻഡ് ടൈം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ വേരിയബിൾ ആണ് നമ്മുടെ തേർഡ് വൺ, ഇന്റർവെയിനിങ് വേരിയബിൾ. ഈ ഇന്റർവെയിനിങ് വേരിയബിൾ എന്താന്നുള്ളത് നമ്മൾ നമ്മുടെ റിസർച്ചിന്റെ എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളതാണ്. Intervening variables are those which affects the observation or results but cannot be seen, measured or manipulated. അതായത് നമുക്ക് കാണാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ മെഷർ ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ പറ്റാത്ത അത്തരം വാരിയബിൾസിനെയാണ് ഇന്റർവെയിനിങ് വാരിയബിൾസ് എന്ന് പറയാം. പക്ഷെ അതും എന്തിനെ ബാധിക്കുന്നുണ്ട്? നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളിലെ ഒരു റിസൾട്ട്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ പൊതുവെ രണ്ട് വേരിയബിൾസ് ആണ്, അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപ്പെൻഡന്റ് വേരിയബിളും. ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നു, ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അത് എങ്ങനെയാണ് ഡിപ്പെൻഡന്റ് വേരിയബിളിൽ ഒരു ചേഞ്ച് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഡിപ്പെൻഡന്റ് വേരിയബിളിൽ റിസൾട്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ നോക്കുന്നത്. സോ ആ ഒരു എക്സ്പെരിമെന്റൽ പ്രോസസ്സിൽ
നമുക്ക് കാണാനോ മെഷർ ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ പറ്റാത്ത മറ്റ് വാരിയബിൾസിന്റെ മറ്റ് ഫാക്ടേഴ്സിന്റെ ഒരു സ്വാധീനം ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ അത്തരം ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഇന്റർവെയിനിങ് വാരിയബിൾ എന്ന് പറയുന്നത്. ആൻഡ് it is inferred after watching the effect of the independent and moderating variables on dependent variable. It surface between start and stop of the experiment. അതായത് intervening variable എന്ന് പറയുന്നത് എക്സ്പെരിമെന്റിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആ ഒരു അതിന്റെ ഇടയിൽ എപ്പോഴും വേണമെങ്കിലും intervening variablesന്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കാം. അത് intervening variablesന്റെ ഒരു എഫക്റ്റ് അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണത് ഡിപ്പെൻഡന്റ് വാരിയബിൾസിലെ മാറ്റം മോഡറേറ്റിംഗ് വാരിയബിളും ഇൻഡിപെൻഡന്റ് വാരിയബിൾസിന്റെയും എഫക്റ്റിനെ നമ്മൾ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ അക്യുറേറ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോഴാണ് അത് ഒരു ഇന്റർവെയിനിങ് വാരിയബിളിന്റെ ഒരു എഫക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇന്റർവെയിനിങ് വാരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് കാണാനോ മെഷർ ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ പറ്റാത്ത വാരിയബിൾസ് ആണ്. പക്ഷേ ഒരു ഇൻഡിപെൻഡന്റ് വാരിയബിളിനെയും ഡിപ്പെൻഡന്റ് വാരിയബിളിനെയും നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ആ ഇൻഡിപെൻഡന്റ് വാരിയബിളിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഡിപ്പെൻഡന്റ് വാരിയബിളിൽ എങ്ങനെ റിസൾട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യണു എന്ന് നോക്കുമ്പോൾ അതിൽ ഇൻഡിപെൻഡന്റ് വാരിയബിളിൽ വരുന്ന ഒരു ചേഞ്ചിനെ എന്തും എഫക്ട് ചെയ്യാം, ഇന്റർവെയിനിങ് വാരിയബിൾസും എഫക്ട് ചെയ്യാം. സോ അതാണ് ഇന്റർവെയിനിങ് വാരിയബിൾസിന്റെ കേസിൽ പറയുന്നത്. ദെൻ ദ ഫോർത്ത് വൺ, നമ്മുടെ നാലാമത്തെ വാരിയബിൾ ആണ് മോഡറേറ്റിംഗ് വാരിയബിൾസ്. Yes, the term moderating variable refers to a variable that can be strengthened, diminished, etc. അതായത് ഇപ്പോൾ ഒരു റിസൾട്ടിനെ അല്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു മാറ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനോ അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്യാനോ ഒക്കെ കഴിയുന്ന വാരിയബിൾസിനെ അല്ലെങ്കിൽ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ മോഡറേറ്റിംഗ് വാരിയബിൾ എന്ന് പറയുന്നത്. The moderating variables can also change the direction of this relationship. അതായത് മോഡറേറ്റിംഗ് വാരിയബിൾസിന് ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപ്പെൻഡന്റ് വാരിയബിൾസിന്റെ ഇടയിലുള്ള ആ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അതിന്റെ ആ ഒരു ഡയറക്ഷനെ ചേഞ്ച് ചെയ്യാനുള്ള മാറ്റം വരുത്താനുള്ള കഴിവുണ്ട്. മേ ബി അത് ആ ഒരു മാറ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തിനെ ഒഴിവാക്കാനൊക്കെ ഏതിന് സാധിക്കും? മോഡറേറ്റിംഗ് വാരിയബിൾസിന് സാധിക്കും. So moderating variables are useful because they help explain the link between the independent and a dependent variable. Independent variablesനും ഡിപ്പെൻഡന്റ് വാരിയബിൾസിനും ഇടയിൽ ഒരു ലിങ്ക് എന്നുള്ള പോലെയാണ് ഏത് ആക്ട് ചെയ്യണത്? നമ്മുടെ മോഡറേറ്റിംഗ് വാരിയബിൾസ് ആക്ട് ചെയ്യണത്. നമ്മൾ സിംപ്ലി അല്ലെങ്കിൽ പെട്ടെന്നൊരു എക്സാമ്പിൾ പറയാണ് മോഡറേറ്റിംഗ് വാരിയബിൾസിന് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ട്രെസ് ലെവലും അതുപോലെ തന്നെ ഹെൽത്ത് കണ്ടീഷൻസും ഒക്കെ തമ്മിൽ ഒരു സ്റ്റഡി നടത്തുകയാണ്. സ്ട്രെസ്സും അതുപോലെ ഹെൽത്ത് കണ്ടീഷനും തമ്മിലുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മോഡറേറ്റിംഗ് വാരിയബിൾ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ജെൻഡർ അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ മെൻ ആൻഡ് വുമൻ, ദാറ്റ് മീൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ആ ഒരു സെക്സ് അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് അല്ലെങ്കിൽ ആ ഒരു വാരിയബിളിന് ഇതിൽ ഒരു സ്ട്രെങ്തൻ ചെയ്യാനോ അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്യാനോ ആ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റിൽ സ്ട്രെങ്തൻ ചെയ്യാനോ ഡിമിനിഷ് ചെയ്യാനോ ഉള്ള ഒരു കഴിവുണ്ട് മോഡറേറ്റിംഗ് വാരിയബിൾസിനുണ്ട്. സോ മോഡറേറ്റിംഗ് വാരിയബിൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപ്പെൻഡന്റ് വാരിയബിൾ ഉണ്ടാകുന്ന അസോസിയേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ ചേഞ്ച് ചെയ്യാൻ, സ്ട്രെങ്തൻ ചെയ്യാൻ, ഡിമിനിഷ് ചെയ്യാൻ അതിനൊക്കെ കഴിവുള്ള വാരിയബിൾസിനെയാണ് നമ്മൾ മോഡറേറ്റിംഗ് വാരിയബിൾ എന്ന് പറയാം. അപ്പം നമ്മളിവിടെ പറഞ്ഞ എക്സാമ്പിൾ സ്ട്രെസ്സും അതുപോലെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷനും സ്റ്റഡി ചെയ്യുമ്പോൾ അതിലെ റിലേഷൻഷിപ്പിനെ സ്ട്രെങ്തൻ ചെയ്യാനോ ഡിമിനിഷ് ചെയ്യാനോ സെക്സ് അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് ആ ഒരു വാരിയബിളിന് കഴിയും. അതുകൊണ്ട് തന്നെ ജെൻഡർ എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഇവിടെ മോഡറേറ്റിംഗ് വാരിയബിൾ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വാരിയബിൾസ് എന്ന് പറയുന്ന ഈ പോർഷനിലുള്ളത്. ദെൻ നമ്മൾ നെക്സ്റ്റ് മൂവ് ചെയ്യണത് ആട്രിബ്യൂട്ട്സ് എന്താണ്. ഒരു ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്പെസിഫിക് വാല്യൂ ഓൺ എ വാരിയബിൾ. ഒരു വാരിയബിളിൻ്റെ മീതെയുള്ള സ്പെസിഫിക് വാല്യൂവിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ എടുക്കുകയാണ് ജെൻഡർ അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്ന ഒരു വാരിയബിൾ എടുക്കുമ്പോൾ അതിനുള്ള രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്നത്. ഏറ്റവും ഒരു മിനിമം എക്സാമ്പിളാണ് പറയുന്നത്. അതായത് ജെൻഡർ എന്ന് പറയുന്നത് എടുക്കുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ, അത് ആ ഒരു വാരിയബിളിന്റെ രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ്. ഇത്തരത്തിൽ ഒരു വാരിയബിളിന്റെ സ്പെസിഫിക് വാല്യൂ അതിനെയാണ് നമ്മൾ ഏത് ടേമിൽ മീൻ ചെയ്യണത്? ആട്രിബ്യൂട്ട് എന്ന് പറയണത്. ദെൻ ഇപ്പൊ നമ്മൾ പറയണ വാരിയബിൾ എഗ്രിമെന്റ്, നമ്മൾ എടുത്തിട്ടുള്ള വാരിയബിൾ എന്ന് പറയുന്നത് എഗ്രിമെന്റ് ആണ്.
സോ എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിന് 5 ആട്രിബ്യൂട്ട്സ് വരും. സ്ട്രോങ്ലി ഡിസഗ്രി അല്ലെങ്കിൽ ഡിസഗ്രി, ന്യൂട്രൽ, എഗ്രി, സ്ട്രോങ്ലി എഗ്രി. സോ എഗ്രിമെന്റ് എന്നുള്ള ഒരു ടേം, ഒരു വേരിയബിൾ, ആ ഒരു ഫാക്ടർ, അതിന് 5 ആട്രിബ്യൂട്ട്സ് വന്നു. അല്ലെങ്കിൽ ഇപ്പോൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ എടുക്കണം. അപ്പോഴും ഇതുപോലെ തന്നെ ഹൈലി സാറ്റിസ്ഫൈഡ്, ദെൻ സാറ്റിസ്ഫൈഡ്, ന്യൂട്രൽ, ഡിസാറ്റിസ്ഫൈഡ്, ഹൈലി ഡിസാറ്റിസ്ഫൈഡ്. സോ ഇത്തരത്തിൽ 5 ആട്രിബ്യൂട്ട്സ് വരും. അപ്പോൾ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേരിയബിളിന്റെ സ്പെസിഫിക് വാല്യൂ, അതിനെയാണ് നമ്മൾ എന്ത് പേരിൽ പറയണത്? ആട്രിബ്യൂട്ട് എന്ന് പറയണത്. Then attributes are closely related to variables. A variable is a logical set of attributes. Attributes ഉം variable എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ലി റിലേറ്റഡ് ആണ്. എ വാരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോജിക്കൽ സെറ്റ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ഇപ്പൊ നമുക്കറിയാം മെയിലും ഫീമെയിലും കൂടിയിട്ടാണ് ആ ഒരു 2 ആട്രിബ്യൂട്ട്സ് കൂടുമ്പോഴാണ് ഒരു വാരിയബിൾ ആണത്. അല്ലെങ്കിൽ ഇപ്പൊ എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഫോം ചെയ്യപ്പെടുന്നത് ഈ 5 ആട്രിബ്യൂട്ട്സിലൂടെയാണ്. സോ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് വാരിയബിളും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാരിയബിളിന്റെ സ്പെസിഫിക് വാല്യൂ ആണ്. വാരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ലോജിക്കൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ദെൻ നമ്മൾ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു വാരിയബിൾ എടുക്കുകയാണ്, റിലീജിയൻ എന്ന് പറയുന്ന ഒരു വാരിയബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അല്ലെങ്കിൽ ദർ ഈസ് എ ലോജിക്കൽ സെറ്റ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ്, നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. കാത്തലിക്, ജ്യൂ, അല്ലെങ്കിൽ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സോ ആ എല്ലാ ആട്രിബ്യൂട്ട്സിന്റെയും ആ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയണത്? വാരിയബിൾ എന്ന് പറയണത്. അപ്പൊ ആട്രിബ്യൂട്ട് എന്ന് പറയണത് എന്താണ്? ഇറ്റ്സ് എ സ്പെസിഫിക് വാല്യൂ ഓൺ എ വാരിയബിൾ. ഒരു വാരിയബിളിന്റെ സ്പെസിഫിക് വാല്യൂവിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയണത്. ദെൻ ആട്രിബ്യൂട്ട്സും വാരിയബിളും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. വാരിയബിൾ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ലോജിക്കൽ സെറ്റ്സ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ നമ്മൾ എന്ത് പേരിൽ പറയും? വാരിയബിൾ എന്ന് പറയും. ഇനി നമ്മുടെ നെക്സ്റ്റ് വൺ, അടുത്തൊരു ഹെഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്, ആറ്റിറ്റ്യൂഡ് മെഷർമെന്റ്. ഈ ആറ്റിറ്റ്യൂഡ് മെഷർമെന്റിൽ നമ്മുടെ ഫസ്റ്റ് ടൈം ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് വ്യൂ അബൌട്ട് എ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനോടുള്ള നമ്മുടെ റെസ്പോൺസ്, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ, നമ്മൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അതിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ കൺസ്ട്രക്ട്. ഇറ്റ് ഈസ് ദ വേ ഓഫ് കൺസെപ്ച്വലൈസിങ് ദി ഇൻടാഞ്ചിബിൾ. അതായത് ഇതൊരു സൈക്കോളജിക്കൽ കൺസ്ട്രക്റ്റ് ആണ്. നമ്മളൊരു സിറ്റുവേഷനെ, ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിനെ എങ്ങനെ നോക്കി കാണുന്നു, അല്ലെങ്കിൽ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, അതിനെയാണ് എന്ത് പേരിൽ പറയണത്, അല്ലെങ്കിൽ ഏത് ടേം യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യണത്? ആറ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു ടേമിലൂടെ. ദെൻ an attitude is made up of. ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ടേം, അല്ലെങ്കിൽ ആ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഫോം ചെയ്യപ്പെടുന്നത് വാട്ട് യു തിങ്ക്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അതുപോലെ വാട്ട് യു ഡു, എന്താ ചെയ്യണത്, വാട്ട് യു ഫീൽ, നമുക്ക് എന്താണ് വാട്ട് യു തിങ്ക്, നമ്മൾ എന്താണ് തിങ്ക് ചെയ്യണത്, നമ്മൾ എന്താണ് ചെയ്യണത്, നമുക്ക് എങ്ങനെയാണത് ഫീൽ ചെയ്യണത്, അനുഭവിക്കണത്. ഈ 3 കാര്യങ്ങളെ, അല്ലെങ്കിൽ ഈ 3 ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. സോ ആറ്റിറ്റ്യൂഡ് മെഷർമെന്റ് എന്താന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്താന്ന് പറഞ്ഞു, ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യപ്പെടുന്നത് ഈ 3 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സിലൂടെയാണ്. ദെൻ ആറ്റിറ്റ്യൂഡിന്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. There are 3 elements. The first one, emotional. It includes the feelings of a person about an object. These feelings may be positive, negative or neutral. അതായത് ഒരു വ്യക്തിക്ക് ഒരു സിറ്റുവേഷനോട്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനോട്, ഒരു കോണ്ടെക്സ്റ്റിനോട് തോന്നുന്ന ഫീലിങ്സ് ആണ് ഇമോഷണൽ കോമ്പണന്റിൽ പറയണത്. അത് മേ ബി പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ന്യൂട്രൽ ആവാം. ചിലരുടെ അടുത്ത് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ചില വ്യക്തികളോട് നമുക്ക് ഭയങ്കര ഇഷ്ടക്കൂടുതൽ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലർ നമുക്ക് ഒട്ടും ഇഷ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമില്ല, ഇഷ്ടക്കുറവില്ല, ഒരു ന്യൂട്രൽ സ്റ്റേജ് ആവാം. സോ നമ്മുടെ ഇമോഷണൽ കോമ്പണന്റിൽ പറയണത് ഒരു വ്യക്തിക്ക് ഒരു ഒബ്ജക്റ്റിനോട്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലെ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് ആണ്. പോസിറ്റീവോ നെഗറ്റീവോ ന്യൂട്രലോ ആവാം. Then informational. Here the beliefs or information about an object are displayed. ഇവിടെ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനോടുള്ള നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ വിശ്വാസം എന്താ, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയാം, നമ്മുടെ ഇൻഫർമേഷൻസ് ആണ് അവിടെ ഷെയർ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നത്. അതാണ് ആറ്റിറ്റ്യൂഡിന്റെ ഇൻഫർമേഷണൽ കോമ്പണന്റിൽ പറയുന്നത്. നമ്മുടെ വിശ്വാസം, അല്ലെങ്കിൽ നമ്മുടെ കൺസെപ്റ്റ്സ്, നമ്മുടെ ഇൻഫർമേഷൻസ്, അതാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നത്.
Then the third one, behavioral. ബിഹേവിയറൽ കോമ്പണന്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് പറയണത് ഒരു ഒബ്ജക്റ്റിനോട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ ബിഹേവ് ചെയ്യണത്, ഹൗ എ ഇൻഡിവിജ്വൽ ബിഹേവ് ഇൻ എ പർട്ടിക്കുലർ വേ ടുവേർഡ്സ് എൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനോട് എങ്ങനെയാണ് ഒരു വ്യക്തി ബിഹേവ് ചെയ്യണത് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണത്, അദ്ദേഹത്തിന്റെ ആ ഒരു ടെൻഡൻസി, അതിനെയാണ് ബിഹേവിയറൽ കോമ്പണന്റ് ഓഫ് ആറ്റിറ്റ്യൂഡിൽ പറയണത്. ആക്ച്വലി നമ്മളിപ്പോൾ 3 കോമ്പണൻസ് പറഞ്ഞു ആറ്റിറ്റ്യൂഡിന്റെ: ഇമോഷണൽ, ഇൻഫർമേഷണൽ ആൻഡ് ബിഹേവിയറൽ. ഇവിടെ ഇമോഷണൽ കോമ്പണന്റിൽ എന്താ പറഞ്ഞത്, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനോട് ഒരു വ്യക്തിയുടെ ഫീലിങ്സ് പോസിറ്റീവോ നെഗറ്റീവോ ന്യൂട്രലോ ആവാം. ദെൻ രണ്ടാമത് പറഞ്ഞത് ഒരു ഒബ്ജക്റ്റിനോട് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ബിലീഫ് എന്താണ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താന്നുള്ളത്. ദെൻ ബിഹേവിയറലാണ് അവർ എങ്ങനെ അത് ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് പറയണത്. സോ ഫ്രം ദീസ് കോമ്പണൻസ്, ഈ 3 കോമ്പണൻസ് നോക്കുമ്പോൾ ഈ ബിഹേവിയറൽ കോമ്പണന്റ് മാത്രമാണ് വിസിബിൾ ആയിട്ടുള്ളത്. എങ്ങനെയാണ് ബിഹേവ് ചെയ്യണത് നമുക്ക് സീൻ ചെയ്യാം, കാണാൻ വേണ്ടി പറ്റും. ദെൻ ഒരു വ്യക്തിയോടും വേറൊരു വ്യക്തിയുടെ ഇമോഷൻ എന്താ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനോട് ഒരു വ്യക്തിയുടെ ഇമോഷൻ എന്താ അല്ലെങ്കിൽ ഇൻഫർമേഷണൽ കോമ്പണന്റ് എന്താന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല, വിസിബിൾ അല്ല. അത് നമ്മൾ ഇൻഫറൻസസ് മാത്രമാണ് അതിനെ കുറിച്ചിട്ട് ഡ്രോൺ ചെയ്യുന്നുള്ളൂ. നമുക്കിപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ ന്യൂട്രൽ ആണോ നമുക്ക് അറിയില്ല. സോ ഇൻഫറൻസസ് നമ്മൾ ഡ്രോൺ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ 2 കോമ്പണന്റും എന്തല്ല, ഇറ്റ്സ് നോട്ട് വിസിബിൾ. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് മെത്തേഡ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് മെഷർമെന്റ്. ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡാണ്. അതിൽ 3 മെത്തേഡ്സ് ആണ് പറയണത്. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് ഒബ്സർവേഷൻ. നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്യുന്നു, റിസർച്ചിന്റെ ഭാഗമായിട്ട് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനോട് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ നമ്മുടെ സാമ്പിൾസ് അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ആളുകൾ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് എന്ത് ചെയ്യാണ്, നമ്മൾ ഡയറക്റ്റ് ആയി ഒബ്സർവ് ചെയ്യാം. അതാണ് ഫസ്റ്റ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മെഷർമെന്റ് മെത്തേഡ്. സിമ്പിൾ ആണ്, നമ്മൾ ചെയ്യണതുമാണ്. റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒബ്സർവ് ചെയ്യാണ്, ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യുന്നു. ദെൻ രണ്ടാമത്തെ സെൽഫ് റിപ്പോർട്ട് ടെക്നിക്. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ സർവേ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ സെൽഫ് റിപ്പോർട്ട് ടെക്നിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളുടെ അദ്ദേഹത്തിന്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ബിലീഫ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ചോദിച്ചറിയാനുള്ള ഒരു ടെക്നിക്കാണ് സെൽഫ് റിപ്പോർട്ടിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. അതായത് സെൽഫ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ക്വസ്റ്റ്യനെയേഴ്സ് ഒക്കെ പെടാം, അതുപോലെ ഇന്റർവ്യൂസ്, ദെൻ അങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സും ബിഹേവിയറൽ സ്റ്റഡീസ് ഒക്കെ യൂസ് ചെയ്ത് പാർട്ടിസിപ്പൻസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, അവരുടെ റെസ്പോൺസ് ഗെയിൻ ചെയ്യാം. അതാണ് സെൽഫ് റിപ്പോർട്ട് ടെക്നിക്കിൽ പറയണത്. ദെൻ ദ തേർഡ് വൺ, പ്രൊജക്റ്റീവ് ടെക്നിക്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ്, അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വേർഡോ ഒരു സെന്റൻസോ ഒരു പിക്ചറോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റോ എന്തെങ്കിലുമൊക്കെ റെസ്പോണ്ടൻസിനെ കാണിക്കുന്നു, നമ്മുടെ പാർട്ടിസിപ്പൻസിനെ കാണിക്കുന്നു. അവരത് അതിനെങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യണത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് അവർ കംപ്ലീറ്റ് ചെയ്യണത് അല്ലെങ്കിൽ അവരെ അതിനെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ റിയാക്ഷൻസ് അവരുടെ റെസ്പോണ്ടൻസ് എന്ത് ചെയ്യാം, നമുക്ക് അതെല്ലാം ഇൻഫർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ മൂന്നാമത്തെ ടെക്നിക്കായിരുന്നു പ്രൊജക്റ്റീവ് ടെക്നിക്. നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിന്റെ ബാക്കി പോർഷൻസ് വേരിയബിൾസ്, ആട്രിബ്യൂട്ട്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് മെഷർമെന്റ് എന്ന് പറയുന്ന 3 ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വേരിയബിൾ എന്താന്ന് പറഞ്ഞു, അതിൽ തന്നെ 4 കാറ്റഗറീസ് ഉണ്ട്: ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, മോഡറേറ്റിംഗ് വേരിയബിൾ ആൻഡ് ഇന്റർവെനിങ് വേരിയബിൾ. അങ്ങനെ 3 കാറ്റഗറീസ് പറഞ്ഞു, അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു. ദെൻ ആട്രിബ്യൂട്ട്സ് എന്താന്ന് പറഞ്ഞു, അതിന് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ദെൻ ആറ്റിറ്റ്യൂഡ് അതെന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അതിന്റെ കോമ്പണൻസ് ഇമോഷണൽ, ഇൻഫർമേഷണൽ ആൻഡ് ബിഹേവിയറൽ കോമ്പണൻസ് പറഞ്ഞു. അത് മെഷർ ചെയ്യാനുള്ള 3 മെത്തേഡുകളാണ്: ഡയറക്റ്റ് ഒബ്സർവേഷൻ, സെൽഫ് റിപ്പോർട്ട് ടെക്നിക് ആൻഡ് പ്രൊജക്റ്റീവ് ടെക്നിക്. സോ ഈ 3 മെത്തേഡുകളും അതിൽ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു.